മരിച്ച സ്ത്രീയുടെ വീട്ടിൽ ഇപ്പോൾ OR കേളു മന്ത്രിയും ഒപ്പം കളക്ടറുമുണ്ട്. നമുക്കറിയാം, നേരത്തെ മന്ത്രി എത്തിയപ്പോൾ അവിടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. MS അനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷ്, എന്താണിപ്പോൾ പൈസ ഇന്ന് തന്നെ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നഷ്ടപരിഹാര തുക കൈമാറുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? രഞ്ജിത്ത്, നേരത്തെ സംഭവ സ്ഥലത്ത് മന്ത്രി എത്തിയിരുന്നു. അവിടെ കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ നേരിട്ട് കാണുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതിനുശേഷം കളക്ടറുമായി ഒരു ആശയവിനിമയം നടത്തി. തുടർന്ന് രണ്ടുപേരും കൂടി ഈ മരിച്ച രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ബന്ധുക്കൾക്ക് നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്ത 11 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ തുക കൈമാറുന്നതിനും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ വിവിധയിടങ്ങളിൽ നിരവധി വന്യജീവി ആക്രമണത്തിന്റെ കാര്യം ഞാൻ അകത്തങ്ങനെ നിൽക്കുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ മന്ത്രി OR കേളു എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുമുണ്ട്. പണത്തിന്റെ ചെക്ക് കൈമാറുകയാണ്. 5 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപ മുഴുവൻ നഷ്ടപരിഹാരം. അതിൽ 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി മന്ത്രി കൈമാറുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. രാവിലെയാണ് നാടിനെ ഞെട്ടിച്ച വലിയ ഒരു ദുരന്തം സംഭവിച്ചത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി അവിടെ എത്തുന്നു. അനീഷ്, തുടരാം. MS അനീഷ് കുമാർ അവിടെയുണ്ട്. മന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കുടുംബത്തിന് ആശ്വാസം പകരുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. നേരത്തെ നമുക്കറിയാം, അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കരുതലോടെയുള്ള പ്രതികരണവും കരുതലോടെയുള്ള നടപടികളുമൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗമുണ്ടായത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിന് ശേഷം വരാം എന്ന് കരുതുന്നു. 3 മണിക്ക് ശേഷവും പ്രദേശത്ത് കടുവയെ കണ്ടു എന്നുള്ള പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ധനസഹായത്തിൻ്റെ ആദ്യ ഗഡുവായ 5 ലക്ഷമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കടുവയെ കൂടുവെച്ച് പിടിക്കാൻ പ്രഥമ പരിഗണനയുണ്ട്. ലഭിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന നിർണായകമായ കാര്യം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രിയും കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവരവിടെ എത്തി വലിയ തോതിലുള്ള ആശ്വാസം. അനീഷ്, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ തുടരാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വന്യജീവി ആക്രമണം